Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I never let the ഹലോ ഗൈസ്, ഐ ആം രാഹുൽരാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ unboxingjoe. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന കുറേ അധികം ഗെയിംസാണ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും വന്നതും ഇനിയും വരാൻ പോകുന്നതും വന്നിട്ട് റിമൂവ് ആയി പോയ കുറേ ഗെയിംസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഗെയിംസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കണം. വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന ഗെയിം വെച്ചാൽ ക്രോസ് ഫയർ ലീഗ് ലാൻഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നൊരു ഗെയിമായിരുന്നു. പിന്നീട് അതെന്തോ ഞാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ കണ്ടില്ല, എന്താണെന്നറിയില്ല. കുറേ അധികം ഞാൻ സെർച്ച് ചെയ്തു, എന്നിട്ട് പോലും ഈ ഗെയിം കണ്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ടാപ്പിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ടാപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ചൈനീസ് വേർഷൻ ആപ്ലിക്കേഷനാണ്. ഇതിനകത്തുള്ള ചൈനയിൽ ഇറങ്ങുന്ന ചൈനീസിൽ ഇറങ്ങുന്ന പല ടൈപ്സ് ഗെയിംസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന അറിയാൻ പറ്റും. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ ക്രോസ് ഫയർ ലീഗ് ലാൻഡ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പം നമുക്ക് ഈ ക്രോസ് ഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം പബ്ജിയിൽ ടെൻസെന്റ് ഗെയിം ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടന്ന ഒരു ഗെയിമായിരുന്നു ക്രോസ് ഫയർ. അത് ടെൻസെന്റിൻ്റെ തന്നെ ആദ്യത്തെ ഗെയിമായിരുന്നു ക്രോസ് ഫയർ. പിന്നീട് അത് മാറി, പിന്നീട് ലൂഡോ വന്നു, അങ്ങനെ കുറേ അധികം ഗെയിംസ് വന്നു പോയി. ഇപ്പം നമ്മുടെ പബ്ജിയുടെ ബേസ്ഡ് വരുന്ന ടെൻസെന്റ് ഗെയിംസ് അടിച്ചാൽ പോലും നമുക്ക് ക്രോസ് ഫയർ കാണാൻ പറ്റില്ല. കാര്യം ക്രോസ് ഫയർ അത് ഇല്ല, പ്ലേ സ്റ്റോറിൽ എന്തുകൊണ്ട് അത് റിമൂവ് ആയി പോയി. കാര്യം അതിന് ഡൗൺലോഡിങ് കുറവായിരുന്നു, അതുപോലെ ഇപ്പം റേറ്റിങ്ങും എല്ലാം കുറവായിരുന്നു. ഗെയിം റിമൂവ് ആയി ഞാൻ തോന്നുന്നു. എന്തായാലും അവർ തിരിച്ചെടുത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം എന്തായാലും പ്ലേ സ്റ്റോറില്ല, കമ്പനി തിരിച്ചെടുത്തു. പക്ഷേ ചൈനീസ് വേർഷനിൽ ആ ഗെയിം ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ചെറിയൊരു ട്രെയിലർ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രെയിലർ ഇവിടെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിലർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഗെയിമിനെ പറ്റിയുള്ളത്. അപ്പോൾ ക്രോസ് ഫയർ ലീഗ് ലാൻഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ടാപ്പിൽ ഏകദേശം റേറ്റിംഗ് വന്നിരിക്കുന്നത് 7.3 എങ്ങാണ്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ 133K ഇൻസ്റ്റാളറും ഉണ്ട്. ഫോളോവേഴ്സ് 35.4K ഫോളോവേഴ്സും ഉണ്ട് ഈ ഗെയിമിന്. ഇപ്പം നല്ല രീതിയിൽ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിൽ ഈ ഗെയിം നല്ല രീതിയിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പബ്ജിയുടെ ഒപ്പം തന്നെ. ഇപ്പോൾ ഈ ഗെയിം നമ്മുടെ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഗ്ലോബലി വന്ന് കടന്ന സമയത്ത് ഈ ഗെയിമിന് ഏകദേശം സൈസ് എന്ന് പറഞ്ഞാൽ 700 തൊട്ട് 800 MB വരെ സൈസേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.9 GB ആണ് ഈ ഗെയിമിൻ്റെ സൈസ്. അത്രയ്ക്കധികം അവർ ഗെയിം മാറ്റിയെടുത്തു. ടെൻസെന്റ് മീഡിയസ് മാറ്റിയെടുത്ത് ആ ഗെയിമിനെ അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ഗെയിമിനെ അത്രത്തോളം ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറേ അധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ അധികം ഫീച്ചേഴ്സ് ഈ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിമാണ്. ടാപ്പിൽ വന്നിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ടാപ്പിൽ നിന്ന് എടുത്തിട്ടില്ല. കാര്യം ഒന്നാമത് 1.9 GB സൈസ് വരുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രെയിലർ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പം വേറൊരു കാര്യം, എൻ്റെ ചാനൽ ഇപ്പോഴും ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകും. അടുത്ത ഗെയിം എന്ന് വെച്ചാൽ കോഡ് ഇസഡ് എന്നാണ് ഈ ഗെയിം. ഇത് പ്ലേ സ്റ്റോറിൽ ഞാൻ അധികം സെർച്ച് ചെയ്തപ്പോൾ പ്ലേ സ്റ്റോറിൽ കണ്ടില്ല. എന്നാൽ നമ്മുടെ ടാപ്പിൽ ഈ കോഡ് ഇസഡ് എന്ന് പറഞ്ഞ ഗെയിം കിടപ്പുണ്ട്. കോഡ് ഇസഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അപ്പോൾ ഗെയ്സ്, കോഡ് ഇസഡ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഞാൻ ചെറിയൊരു ട്രെയിലർ ഇവിടെ കാണിക്കാം. ഞാൻ ഈ ഗെയിം എടുത്ത് ട്രൈ ചെയ്തില്ല. ഏകദേശം ടാപ്പിൽ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 625 MB ആണ് സൈസ് വരുന്നത്. നിങ്ങൾക്ക് ടാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ടാപ്പിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഈ ഗെയിംസ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സൂംബീൻ പോലെയാണ്. കുറേ സൂംബീസ് വരും. നമ്മൾ ആ സൂംബീസിനെ സർവൈവൽ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഗെയിമാണ്. ഏകദേശം എനിക്കിത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. വെറൈറ്റി ആയിട്ടുള്ള സൂംബീസ് വരും. കാര്യം നല്ലൊരു ഗ്രാഫിക്സും മെൻറ്റാലിറ്റിയിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ഗെയിമാണ്. ഇനി നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അമിഗോ ഇത് ഡെഡ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അമിഗോ എന്ന് പറഞ്ഞൊരു ഡെഡ് ഗെയിമാണ്. നമുക്ക് അപ്പോൾ ആ ഗെയിമിൻ്റെ ഡീറ്റെയിൽ അപ്പം അമിഗോ ഇത് ഡെഡ് വണ്ണസ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലർ കണ്ട് മനസ്സിലാക്കാൻ ബാക്കി കാര്യങ്ങൾ. ഈ ഗെയിമും സൂംബീൻസിൻ്റെ കൂട്ട് തന്നെയുള്ളൊരു ഗെയിമാണ്. നമ്മൾ സൂംബീൻസിനെ സർവൈവ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പുള്ളൊരു ഗെയിമാണ്. കുറേ അധികം സൂംബീൻസ്, അതുപോലെ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. ഏകദേശം ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 565 MB സൈസ് വരും. പക്ഷേ ഈ ഗെയിം നമ്മുടെ ഫോണിൽ, നമ്മുടെ ഇവിടുത്തെ ഗ്ലോബൽ വേർഷനിൽ പ്ലേ ആവണമെങ്കിൽ ഇതിന് നമ്മൾ
ഇത് ഉപയോഗിക്കണം, നമ്മുടെ ഇപ്പം VPN ഉപയോഗിക്കണം. VPN ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഗെയിംസ് ഒക്കെ പ്ലേ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ ഗെയിംസ് ഒന്നും നമുക്ക് പ്ലേ ആവില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് എടുത്ത് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ VPN യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് VPN യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഈ ഗെയിമിനെ പറ്റി വലുതായിട്ടൊന്നും പറയാനില്ല. സൂംബിൻ സർവൈവൽ പോലുള്ള ഒരു ഗെയിമാണ്. രണ്ടാമത് വരുന്നത് സ്പൈ ടാക്ടിക്സ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗെയിമാണ്. നമ്മൾ ഇതിനകത്ത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഏകദേശം സ്പൈ വർക്ക് പോലെയാണ് ഇത്. നമ്മളിപ്പോൾ ഗ്രാഫിക്സോ മെൻറ്റാലിറ്റി അങ്ങനെയുള്ളൊരു റിയാലിറ്റിക്കൽ ഗെയിമൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ക്ലാഷ് ഓഫ് ക്ലാനിനകത്ത് നമ്മൾ ഓരോ ആൾക്കാരെ ഇറക്കി വിടുന്ന രീതിയിലാണ് ഈ ഗെയിം. ഇപ്പം ഇതിനകത്ത് നമ്മളൊരാളെ വരും, ആ ആളിനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽ എടുത്ത് പറയാനൊന്നുമില്ല. വലിയ സൈസൊന്നും ഇല്ലാത്ത, നാച്ചുറൽ ആയിട്ടുള്ള വലിയ സൈസൊന്നും ഇല്ലാത്ത നോർമൽ സൈസുള്ള ഗെയിമാണ് സ്പൈ ടാക്ടിക്സ് എന്നാണ്. ഒരു സ്പൈ ആണ്, നമ്മളൊരു സ്പൈ ആണ്. അപ്പോൾ അവിടെ വയ്ക്കുന്ന സ്കോഡിനെ വെട്ടിച്ച് നമ്മൾ മോഷണം നടത്തണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നതാണ്, ഞാൻ എടുത്ത് പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിൻ്റെ പ്ലേ വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം. ഇപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. ഇതിൻ്റെ പേര് എന്നുള്ളത് മിൽട്ട ഷൂട്ട് ഔട്ട് എന്നാണ് ഒരു ഗെയിമിൻ്റെ പേര്. ബാറ്റിൽ ഫീൽഡ് ഫോർത്ത് ലൈൻ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മിൽട്ട ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ PUBGയുടെ ഏകദേശം അതേ പകർപ്പുള്ള ഒരു ചൈനീസ് ഗെയിമാണിത്. നമ്മൾ ആദ്യം മൊബൈലിൽ ആൻഡ്രോയിഡ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടില്ല. ചൈനീസ് വേരിയൻറ്റിൽ നമ്മളിപ്പോൾ ചൈനീസ് ഫോണിൽ ഇറങ്ങി എടുത്ത് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ഗ്ലോബൽ വേർഷനിൽ ഇത് സപ്പോർട്ട് ആവണമെങ്കിൽ VPN ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് സപ്പോർട്ട് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷേ അത് നമുക്ക് സപ്പോർട്ട് ആവില്ല. ഇത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമാണ് മിൽട്ട ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഈ ബാറ്റിൽ ഫീൽഡ് ഗെയിം. അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത ഗെയിം എന്താ വെച്ചാൽ ബ്രൈറ്റ് മെമ്മറി മൊബൈൽ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഈ ബ്രൈറ്റ് മെമ്മറി മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് ഓഫ്ലൈൻ ഗെയിമാണ്. നമുക്ക് വലിയ രീതിയിൽ നെറ്റൊന്നും ഉപയോഗിക്കണം. ഞാൻ എടുത്ത് പ്ലേ ചെയ്തൊരു ഗെയിമാണ്. നെറ്റ് ഇല്ലാതെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഇതും തനി ചൈനീസ് ഗെയിമാണ്. ഇതിനകത്തൊരു ഡയലോഗും കാര്യങ്ങളും എല്ലാം ചൈനീസ് വേരിയൻ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ട്രെയിലർ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചൈനയിൽ തന്നെയാണ്. ഇതിനകത്ത് ഓരോ ഡയലോഗും പറയുന്നത് ഇംഗ്ലീഷിലല്ല, ചൈനീസിൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഓഫ്ലൈനിലായാലും നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായി നിങ്ങളോട് എടുത്ത് പറയാം. അപ്പോൾ ഗൈസ് ഇതിന് വെച്ചാൽ വലിയ രീതിയിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്തായാലും നമുക്ക് ടാപ്പിൽ പോലും റിലീസ് ചെയ്തിട്ടില്ല. പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം ഇപ്പോഴും അതിനെ പ്രീ രജിസ്ട്രേഷൻ ചെയ്തിട്ടേക്കുന്നത് 13.2K പ്ലസ് പ്രീ രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ ഫോളോവേഴ്സ് വരുന്നത് 19.2 അല്ല 19.8K ഫോളോ. ഗെയിം എന്ന് വെച്ചാൽ ബ്രൈറ്റ് മെമ്മറി മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. എന്ന് വെച്ചാൽ ഇതിന് നല്ല ഗ്രാഫിക്സ് ആണ്, നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സി ബേസ്ഡ് ബന്ധപ്പെടുന്ന ഒരു ഗെയിം രീതിയിലാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു മിഷൻ വരുന്ന ഗാലക്സിയിലാണ്. അവിടെ നിന്ന് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടണം. പക്ഷെ നമുക്ക് അധികം റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഗെയിമിൽ ഒരേ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മൾ രക്ഷപ്പെട്ട് വന്നാൽ പോലും പിന്നീട് നമ്മൾ കാണാത്ത പല വെറൈറ്റി രീതിയിലുള്ള ജീവികളെയൊക്കെ ഏതൊക്കെ കാണുന്നത്, ആ ജീവികളെ നമ്മൾ അറ്റാക്ക് ചെയ്യണം. ആ ജീവികളെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ടുള്ള ലെവൽ പോകണം. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെത്. പക്ഷേ ഇതിൻ്റെ മൊബൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഷൻ മാത്രമേ അവിടെ റിലീസ് ചെയ്തിട്ടുള്ളൂ. മൊബൈൽ ടെസ്റ്റിൽ ഞാൻ എടുത്ത് കളിച്ചാണ്. പക്കയായിട്ട് നമുക്ക് കുറഞ്ഞ വേരിയൻ്റ് ആണ്. ഇപ്പോൾ 700 MB സൈസേ ഉള്ളെങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂസ് കളിക്കാൻ പറ്റില്ല. 3GB വേരിയൻറ്റ് വരുന്ന ഈ ഡിവൈസിൽ പോലും അത്ര രീതിയിൽ കളിക്കാൻ പറ്റില്ല, ഓഫ്ലൈൻ ഗെയിം ആയിട്ട് പോലും. അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം എടുത്ത് കളിക്കാഞ്ഞത് തന്നെ. നല്ലൊരു ഗെയിമാണ്. അത്യാവശ്യം കുറച്ച് ഭാഗം കളിച്ച് കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ സ്റ്റക്കായിട്ട് നിന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ടെസ്റ്റ് വേർഷൻ ആയിട്ടായിരിക്കും അങ്ങനെ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലി ഉള്ള വേർഷൻ റിലീസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉടനെയൊന്നും റിലീസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം ഇപ്പോൾ ഇതിൽ കൊറോണയുടെയൊക്കെ സംഭവം ആയിട്ടായിരിക്കും ഈ റിലീസ് നീട്ടി വെക്കുന്നത്. ഇപ്പോൾ കുറേ മൊബൈൽസിൻ്റെ ആയാലും റിലീസിനൊക്കെ നീട്ടി വെച്ചില്ല. അതുപോലെ ഇതിൻ്റെയും റിലീസിന് എന്തായാലും നീട്ടി വെച്ചിരിക്കുമായിരിക്കും. അപ്പം ഇതിൻ്റെ ബ്രൈറ്റ് മെമ്മറി മൊബൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഇത് നല്ലൊരു ഗ്രാഫിക്സ് ആണ്. ഇത് ടെസ്റ്റ് വേർഷനാണ്, മൊബൈൽ ടെസ്റ്റ് വേർഷനാണ്. അപ്പം നല്ലൊരു ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. നമുക്ക് അടുത്ത ലാസ്റ്റ് വൺ ഗെയിമിലോട്ട് പോകാം. പ്രൊജക്റ്റ് RIP മൊബൈൽ ഗെയിം എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒഫീഷ്യലി വന്നിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ ഉള്ള, നല്ല രീതിയിൽ നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. നമുക്ക് ഇപ്പോൾ ഒരു സൂംബീനെ കൊല്ലുന്ന രീതിയിലുള്ളൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഹൊറർ സർവൈവലിനാണ്. എനിക്ക് തോന്നുന്നു പ്രേതങ്ങൾ, ഗോസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരെ ഇപ്പോൾ ഹൊറർ രീതിയിൽ സർവൈവ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഗെയിം ആയിരിക്കും ഇത് എന്ന് തോന്നുന്നു. ജസ്റ്റ് ആണ് നമുക്ക് ആ ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ റിവ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ട്രെയിലർ ഞാൻ കാണിച്ചു തരും, അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ശേഷം 10K ഡൗൺലോഡ്സ് ഉണ്ട് ഈ ഗെയിമിന്. അതുപോലെ റേറ്റഡ് വന്നിരിക്കുന്നത് 12+ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫുൾ റേറ്റ് നോക്കുവാണെങ്കിൽ 3.8 റേറ്റ് ഉണ്ട് ഈ ഗെയിമിന്. 1K റിവ്യൂസ് ഉണ്ട് ഈ ഗെയിമിന്. അപ്പോൾ നല്ല റിവ്യൂസ്, അത്യാവശ്യം റിവ്യൂസ് ഒക്കെ ഉള്ള ഗെയിമിന് വലിയ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും റിവ്യൂസ് വന്നിട്ടില്ല. അത്യാവശ്യം എനിക്ക് ഈ ഗെയിമിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പടം കണ്ടിട്ട് കുറേ സൂംബിൻസ് ആണ് കാണുന്നത്. സൂംബിൻസ് വരുന്നത് നമ്മളൊരു ഗൺ, FPP മോഡിലാണ്, ഗൺസ് വെച്ച് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്ത് പോകണം. അങ്ങനെ തുടർന്നുള്ള മിഷൻസാണ്. പക്ഷെ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും ഒന്നും ഉള്ള അല്ല, ഒരു ഡാർക്ക് നൈറ്റ് പോലെ, നൈറ്റിലാണ് ഫൈറ്റ് മൊത്തം നടക്കാൻ, രാത്രി സമയത്ത് മാത്രം. അപ്പം ഇതൊരു നല്ല ഗെയിമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 822 MB മാത്രമാണ് ഈ ഗെയിമിൻ്റെ സൈസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എടുത്ത് കളിക്കാം, വേണ്ടവർക്ക് എടുത്ത് കളിക്കാം. പക്ഷെ ഇത് ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇത് സർവ് ചെയ്ത് വേണം. വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു നെറ്റ്വർക്കിംഗ് ഗെയിമാണ്. നല്ല രീതിയിൽ നമുക്ക് ഷൂട്ടൗട്ടും ഗണ്ണുകളും എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയിലുള്ള ഗെയിമാണ്. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കുറേ ഫണ്ണായിട്ട് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്ന കുറേ ഡെവലപ്പിംഗ് ചെയ്തേക്കുന്ന നല്ല ഗെയിംസാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രെയിലർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതോടൊപ്പം ഈ വീഡിയോ കണ്ടുപോകുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞത് ഗെയിംസ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഗെയിംസാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഉള്ളൊരു ഗെയിമായിരുന്നു, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടന്നൊരു ഗെയിമായിരുന്നു ക്രോസ് ഫയർ ലീഗ് ലാൻഡ് എന്ന് പറഞ്ഞ ഗെയിം. ഇന്ന് ആ ഗെയിം വളരെയധികം സൈസ്, പണ്ട് അത് ഇറങ്ങിയ സമയത്ത് 755 MB സൈസുള്ളൊരു ഗെയിമായിരുന്നു. ഇന്ന് അതിന് വരുന്ന സൈസ് എന്ന് വെച്ചാൽ 1.9 GB സൈസാണ്. അത്രത്തോളം ആ ഗ്രാഫിക്സും എല്ലാം അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തൊരു ഗെയിമാണ് ഇപ്പം. അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൊബൈലിൽ ആ ഒരു ഗെയിം എടുത്ത്, അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തുകൊണ്ട് റിമൂവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പ്ലേ സ്റ്റോറിൽ നമ്മുടെ ഗ്ലോബൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തപ്പോൾ ആ ഗെയിം കാണിക്കുന്നില്ല. എനിക്ക് തോന്നി VPN മാറ്റിയിട്ടാൽ ചിലപ്പോൾ അത് കിട്ടിയേക്കാം, അങ്ങനെ വേണമെങ്കിൽ ആ ഗെയിം കിട്ടിയേക്കാം. പക്ഷെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ആ ഗെയിം പൊതുവേ കാണിക്കുന്നില്ല. ടാപ്പിൽ കൂടെ നമുക്ക് ആ ഗെയിം ലഭ്യമാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ അധികം നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നിട്ടും വരാൻ പോകുന്നതായിട്ടുള്ള ഗെയിംസാണ് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ